Welcome dear students to our next class, international business class. Then കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറയുന്ന ഒരു വിഷയമായിരുന്നു അല്ലേ. മോഡ്സ് ഓഫ് എൻട്രി, what are the important ways in which a country can enter into another country. Foreign ബിസിനസ്സിൻ്റെ ഭാഗമായി, ഫോറിൻ ഇൻഡസ്ട്രിയുടെ ഭാഗമായി ഒരു രാജ്യത്തിന് വേറൊരു രാജ്യത്തിലേക്ക് ഏതൊക്കെ രീതിയിൽ എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, നോക്കിയിരുന്നത്. ആൻഡ് വി ഹാവ് സീൻ വേരിയസ് വേസ്. അതിൽ തന്നെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള, കോൺട്രാക്ച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ നമ്മൾ കണ്ടിരുന്നു. ട്രേഡ് റിലേറ്റഡ് ആയിട്ട് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, കൗണ്ടർ എക്സ്ചേഞ്ചുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. എക്സ്പോർട്ടുകളുടെ പ്രത്യേകത എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്. അറ്റ് ദി സെയിം ടൈം കോൺട്രാക്ച്വൽ മോഡ് പ്രകാരം ഹൗ വി ആർ ഡൂയിങ് ലീസിങ്, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ് അല്ലേ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിരുന്നതാണ്. ആൻഡ് നൗ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു എ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. Different mode of investment, and it is usually known as foreign investment or investment mode of entry. അതായത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, വേറൊരു രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ആ രാജ്യത്തിലേക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. പലതരം ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമൊന്നുമല്ല. ഏകദേശം 1400 തൊട്ടിട്ട് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ കാലൂന്നിയ സമയം തൊട്ട് തന്നെ ഫോറിൻ ട്രേഡിൻ്റെ ആ ഒരു ആരംഭം കുറിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. വാസ്കോഡ ഗാമയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആ ഒരു പൈതൃകമായിട്ടുള്ള സമ്പത്തിൽ അട്രാക്റ്റഡ് ആയിട്ട് വരികയും പിന്നീട് ഇന്ത്യൻ സ്പൈസസ് പോലുള്ള പല രംഗങ്ങളിലും ആ ഒരു ട്രേഡ് നടത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ആ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് വാസ്കോഡ ഗാമയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർക്കുന്നത്. പിന്നീട് വന്ന, പ്രത്യേകിച്ചും നമ്മുടെ ഫ്രീഡത്തിന് തൊട്ട് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് സർ തോമസ് റോ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനെ നമ്മൾ ഈ ഒരു അവസരത്തിൽ വളരെയധികം സ്മരിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കാലം മുതൽക്ക് തന്നെ ഫോറിൻ ട്രേഡിനെ കുറിച്ച്, ഇന്ത്യയിൽ എങ്ങനെ ബിസിനസ് നടത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിരുന്നത്, ചിന്തിച്ചിരുന്നത്. അവരുടെ സ്വപ്നം പൂവണിയിക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനി ആയിട്ട് മാറുകയും പിന്നീട് അങ്ങോട്ട് അവർ ചിന്തിച്ചിരുന്ന പോലെ, അവർ സ്വപ്നം കണ്ടതുപോലെയുള്ളൊരു വാണിജ്യ സംസ്കാരം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഇന്ത്യയിൽ കാണാം. പ്രത്യേകിച്ചും ഇന്ത്യൻ റെയിൽവേ സിസ്റ്റം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സംഭാവനയായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, കരുതേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കോളനി ആയിരുന്നിട്ട് പോലും നമുക്കറിയാം അതിന് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട് എന്നുള്ളത്. അതിൻ്റെയൊക്കെ ആ ഒരു അടിമത്ത സ്വഭാവവും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഫോർ ഫാദേഴ്സ് അതൊക്കെ ഇഷ്ടംപോലെ അതിൻ്റെ ദുരന്ത ഫലങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. ശരി തന്നെ, എങ്കിൽ കൂടിയും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെയധികം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ ഒരു സംരംഭത്തിലാണ്. നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വായിച്ചറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ്, നമുക്കിപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അതിനൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ തന്നെ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. ആ ഒരു സമ്പ്രദായത്തെക്കുറിച്ചിട്ടാണ് കൂടുതൽ
ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ് പഠിക്കുന്ന സമയത്ത് 2 പ്രധാനപ്പെട്ട മോഡുകളാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യം വേറൊരു രാജ്യത്തിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിനെ ഹോം കൺട്രി എന്നും, യു ഷുഡ് ആ ഒരു 2 ടേംസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യത്തിനെ എന്തെന്ന് വിളിക്കുക? ഇറ്റ് വിൽ ബി നോൺ ആസ് ഹോം കൺട്രി. ആൻഡ് ഇൻ വിച്ച് കൺട്രി ദേ ആർ ഇൻവെസ്റ്റിംഗ്, ഇറ്റ് ഈസ് നോൺ ആസ് ഹോസ്റ്റ് കൺട്രി. ഹോസ്റ്റ് കൺട്രി അല്ലേ? അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ടൈപ്പ്, ഒരു റിലേഷൻഷിപ്പാണ്, ഫിനാൻഷ്യലായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഹോം കൺട്രിയും ഹോസ്റ്റ് കൺട്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, സോ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ തന്നെ 2 പ്രധാനപ്പെട്ട മോഡ്സിലൂടെ അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട മെത്തേഡുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ടേമാണ്. ഇറ്റ് ഈസ് നോൺ ആസ് FDI. FDI ആൻഡ് FDI സ്റ്റാൻഡ്സ് ഫോർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് there is another method also, and it is known as FPI. FPI or foreign portfolio investment. So one is, 2 പ്രധാനപ്പെട്ട വഴികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. 2 modes of ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ ഒന്നാമത്തെ വഴിയാണ് FDI, രണ്ടാമത്തെ വഴിയാണ് FPI എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടുള്ള, കുറച്ചും കൂടി അഡ്വാൻറ്റേജിയസ് ആയിട്ടുള്ള ഒരു സംരംഭം എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിതിൽ വരുന്നത് FDI ആണ്. FPIനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ളതും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, FDI എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റിന്, അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഫോറിനിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യണത്. ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസിൻ്റെ അസറ്റുകളിലേക്കോ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, FDI അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ എൻ്റർപ്രൈസിൻ്റെ ഓണർഷിപ്പിൽ ഒരു ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇപ്പോൾ മാരുതി സുസുക്കി എന്നുള്ള ഒരു ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ബ്രാൻഡ് മാരുതി സുസുക്കി. ആൻഡ് ഇറ്റ്സ് എ ടൈപ്പ് ഓർ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മാരുതി ആൻഡ് സുസുക്കി. മാരുതി ഉണ്ട്, സുസുക്കി ഉണ്ട് അല്ലേ. സോ സുസുക്കി ഈസ് ഡയറക്ട്ലി ഇൻവെസ്റ്റിംഗ് ഇൻ മാരുതി. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ് മാരുതിയിൽ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണർഷിപ്പിൻ്റെ തന്നെ ഒരു പാർട്ടിസിപ്പേഷൻ, കമ്പനിയുടെ മാനേജ്മെൻറ്റിലുള്ളൊരു പാർട്ടിസിപ്പേഷൻ, കമ്പനിയുടെ പ്രോസ്പെക്ട്സിലുള്ളൊരു പാർട്ടിസിപ്പേഷൻ, അതാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഷെയർ ചെയ്യപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ പറയാനായിട്ടുണ്ടായ കാരണം, കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് FDI എന്ന് പറയുന്ന മെത്തേഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഹോം കൺട്രി നേരിട്ട് ഹോസ്റ്റ് കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള എൻ്റർപ്രൈസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും മെയിൻ സ്ട്രീമിൽ വരുന്ന, അത് ചിലപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആയിരിക്കാം, ടെക്സ്റ്റൈൽസ് ആയിരിക്കാം, ഓക്കെ, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൻ്റെ, പല രാജ്യങ്ങൾക്കും പല തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും. അങ്ങനെയുള്ള ഇൻഡസ്ട്രികളുടെ, എൻ്റർപ്രൈസുകളുടെ കോമൺ അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്,
ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഓർ ബൈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനോ അതെന്ത് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അത്ര സോഫിസ്റ്റിക്കേറ്റഡ് അല്ല എന്നുണ്ടെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള വേറൊരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് FPI എന്ന് പറയുന്നത്. FPI ഓർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്? ആൻഡ് യു മേ ഹാവ് ഹേർഡ് ദിസ് ടേം പോർട്ട്ഫോളിയോ എന്നുള്ള വാക്ക് നിങ്ങൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് പോർട്ട്ഫോളിയോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പോർട്ട്ഫോളിയോ മീൻസ് കളക്ഷൻ ഓർ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്റ്റോക്സ്, ഷെയർസ്, ബോണ്ട്സ് എക്സെട്ര. ദിസ് ഈസ് കോൾഡ് പോർട്ട്ഫോളിയോ. അതായത് ഷെയറുകളുടെയും സ്റ്റോക്കുകളുടെയും ബോണ്ടുകളുടെയും ഒക്കെ കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോർട്ട്ഫോളിയോ. And here in this foreign portfolio investment, the home country is investing in the shares, stocks or bonds of a particular enterprise. ഒരു പ്രത്യേക എൻ്റർപ്രൈസിൻ്റെ സ്റ്റോക്കിലോ ഷെയറിലോ ബോണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. At the same time, we should see that through foreign portfolio investment, the home country never gets a participation in the control and management of the enterprise, and they cannot take part in the decision making process of the enterprise. ഒരിക്കലും അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലോ കാര്യങ്ങളിലോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ദാറ്റ്സ് അബൌട്ട് foreign portfolio investment. And in this foreign portfolio investment, the home countries, they are essentially aiming at investing in certain stocks or shares only with an aim to make some profits. And they have only some short-term objectives while investing in the portfolio. ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, ഷോർട്ട് റണ്ണായിട്ടുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പോർട്ട്ഫോളിയോസിൽ ഇൻവെസ്റ്റ് ചെയ്യും. സാധാരണ ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ലോക്കലായിട്ട് വരുന്ന എൻ്റർപ്രൈസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഏതെങ്കിലും ഷെയറിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. അത് കുറേ കാലം കൈവശം വെച്ചിരിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ ഉദ്ദേശത്തിൽ പെടുന്നതല്ല. നമ്മളത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും? വിൽക്കുകയോ വാങ്ങുകയോ വീണ്ടും വിൽക്കുകയോ വീണ്ടും വാങ്ങുകയോ ഒക്കെ ചെയ്യും. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അതിന് വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം ഇതാണ് ഈ രണ്ട് മോഡുകളാണ് സാധാരണ രീതിയിൽ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡുകളായിട്ട് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട മോഡുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ FDI ആൻഡ് FPI. FDIയും FPIയും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി. FDIയിൽ നമ്മൾ ഡയറക്റ്റായിട്ടൊരു എൻ്റർപ്രൈസിൻ്റെ അസറ്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേസമയം FPI എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് കമ്പനിയുടെ എൻ്റർപ്രൈസിൻ്റെ ഏതെങ്കിലും ഒരു ഫോറിൻ എൻ്റർപ്രൈസിൻ്റെ ഷെയറിലോ സ്റ്റോക്കിലോ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ അസറ്റ്, അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ, അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് ഡിഫറൻസുകൾ. ഈ ഒരു ഫിനാൻഷ്യൽ അസറ്റും മറ്റേത് ശരിക്കുള്ള അസറ്റും രണ്ട് വ്യത്യാസമുണ്ട് അല്ലേ? ആ ഒരു ബേസിസിൽ തന്നെ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ അതർ ഡിഫറൻസുകളും എന്തിൽ വരുന്നുണ്ട്? FDI ആൻഡ് FPIയിൽ വരുന്നുണ്ട്. ആ ഡിഫറൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൊഡക്റ്റീവ് അസറ്റ് whose value will change over time. That's the first point or first point of difference. FDI എന്ന് പറയുന്നത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇറ്റ്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസറ്റ്സ് ഓഫ് എൻ എൻ്റർപ്രൈസ്, അസറ്റ്സ് ഓഫ് എൻ
foreign enterprise whose value will change as the time passes. അതായത് ടൈം ചേഞ്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് വിലയിൽ മാറ്റമുണ്ടാകുന്ന, എസ്പെഷ്യലി വിലയിൽ ഇൻക്രീസ് ഉണ്ടാകുന്ന അസറ്റുകളിലുള്ള ഒരു രാജ്യത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അസറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസറ്റിൻ്റെ വില ഡേ ബൈ ഡേ ചെല്ലും തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓട്ടോമാറ്റിക്കലി അതിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവും, അത് വേറെ കാര്യം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വാല്യൂ വിൽ ഇൻക്രീസ് അല്ലേ? അപ്പോൾ വാല്യൂവിൽ മാറ്റമെന്ന് പറയുന്നത് ഇൻക്രീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എൻ്റർപ്രൈസസ് ഇതിലുണ്ടെങ്കിൽ ആ എൻ്റർപ്രൈസുകളുടെ അങ്ങനെയുള്ള അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ എൻ്റർപ്രൈസിൻ്റെ പ്രോസ്പെക്റ്റിൽ ഭാഗഭാഗിത്വം വഹിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം FPI എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് ഷെയർസ്, സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ് എക്സെട്ര. മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയറുകൾ, സ്റ്റോക്കുകൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനെ എന്തെന്ന് പറയുന്നത്? FPI. ബേസിക് ആയിട്ടുള്ള കാര്യം അവിടെ ഉണ്ട്. ഒരു ഹോം കൺട്രി ഹോസ്റ്റ് കൺട്രിയിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് ബേസിക്കാണ്. ഇത് രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാത്തതാണ്. സോ ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ, ഒരു ഹോം കൺട്രിയിലുള്ള ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ ഹോസ്റ്റ് കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസിൻ്റെ അസറ്റുകളിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ FDI എന്നും, അതേസമയം ഒരു ഹോം കൺട്രിയിലുള്ള ഇൻഡിവിജ്വൽസോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഹോസ്റ്റ് കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസിൻ്റെ ഫിനാൻഷ്യൽ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്നും നമ്മൾ വിളിക്കും? FPI എന്നും നമ്മൾ വിളിക്കും. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ് എന്നും നമ്മൾ വിളിക്കും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ദിസ് FDI എന്ന് പറയുന്ന സംഭവം, യു ജസ്റ്റ് ടേക്ക് എ നോട്ട് ഓഫ് ദീസ് ഡിഫറൻസസ്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഡിഫറൻസുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഡിഫറൻസുകൾ 2-3 ഡിഫറൻസുകളെ കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ ഡിഫറൻസുകൾ പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് കുറച്ചുകൂടെ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഒന്ന് കുറിച്ച് വയ്ക്കുക. സെക്കൻഡ് വൺ, രണ്ടാമത്തേതെന്ന് പറയുന്നത് FDI gives investors both ownership and management right. FDI എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത് മാനേജ്മെൻറ്റ് റൈറ്റും അറ്റ് ദി സെയിം ടൈം ദിസ് ഓണർഷിപ്പ് റൈറ്റാണ്. ഓണർഷിപ്പും ഉണ്ട്, മാനേജ്മെൻറ്റും ഉണ്ട്. അതായത് എൻ്റർപ്രൈസിൻ്റെ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ എൻ്റർപ്രൈസിൻ്റെ അസറ്റിലുള്ള ഒരു ഓണർഷിപ്പ് മാത്രമല്ല കിട്ടുന്നത്, എന്തും കിട്ടുന്നുണ്ട്? ആ എൻ്റർപ്രൈസിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശവും ആർക്ക് കിട്ടുന്നുണ്ട്? ഇൻവെസ്റ്റർക്ക് കിട്ടുന്നുണ്ട്. ബട്ട് ഇൻ FPIയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ FPI ഇറ്റ് ഗീവ്സ് ഓൺലി ദ ഓണർഷിപ്പ് റൈറ്റ് ടു ദി ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്നത് എന്ത് റൈറ്റ് മാത്രമാണ്? ഓണർഷിപ്പ് റൈറ്റ് മാത്രമാണ്. ദാറ്റ് മീൻസ് എൻ്റർപ്രൈസിൻ്റെ മൊത്തത്തിലുള്ള ഓണർഷിപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. അതേസമയം ഹോം കൺട്രി എൻ്റർപ്രൈസിൻ്റെ ഏത് ഫിനാൻഷ്യൽ അസറ്റിലാണ്, ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്കായിരിക്കാം, ഷെയർ ആയിരിക്കാം, ഇക്വിറ്റി ഷെയർസ് ആയിരിക്കാം, ബോണ്ടുകളായിരിക്കാം, ഏതാണോ ഫിനാൻഷ്യൽ അസറ്റ് ആ ഫിനാൻഷ്യൽ അസറ്റിൽ മാത്രമുള്ള ഓണർഷിപ്പ്. അതല്ലാതെ എൻ്റർപ്രൈസിൽ മൊത്തത്തിലുള്ള ഓണർഷിപ്പും എൻ്റർപ്രൈസിൻ്റെ ബാക്കി മാനേജ്മെൻറ്റ് നോക്കാനുള്ള, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം തന്നെ ഇവിടെ വരുന്നില്ല, ഓണർഷിപ്പ് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. ഓണർഷിപ്പ് കിട്ടും. എന്തിൻ്റെ ഓണർഷിപ്പ്? എൻ്റർപ്രൈസിൻ്റെ മൊത്തത്തിലുള്ള ഓണർഷിപ്പല്ല, എൻ്റർപ്രൈസിൻ്റെ ആ അസറ്റിലുള്ള, അതായത് ആ ഫിനാൻഷ്യൽ അസറ്റിലുള്ള ഓണർഷിപ്പ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ദ സെക്കൻഡ് ഡിഫറൻസ്. തേർഡ് ഡിഫറൻസ് ഈസ് ദാറ്റ് usually the FDI investors, they involves in the decision making process of the enterprise. FDI ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം
they will involve in the decision making process, especially in the strategic decision making process of the enterprise. എൻ്റർപ്രൈസിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഉള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ആർക്കുണ്ട്? FDI ഇൻവെസ്റ്റേഴ്സിനുണ്ട്. ഇപ്പോൾ നമ്മൾ മാരുതി സുസുക്കിനെ കുറിച്ച് പറഞ്ഞു. ഇഫ് ദേ ആർ ടേക്കിംഗ് എ ഡിസിഷൻ, മാരുതി സുസുക്കി എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ചൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ മാരുതിയുടെ റെപ്രസെൻറ്റേഷൻ വേണം, അറ്റ് ദി സെയിം ടൈം സുസുക്കിയുടെ റെപ്രസെൻറ്റേഷൻ വേണം. ഒറ്റയ്ക്ക് ഒരു ഇതായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. സോ അങ്ങനെ ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ ഹോം കൺട്രി, ആ ഹോം കൺട്രിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടേ എൻ്റർപ്രൈസിൻ്റെ സുപ്രധാന തീരുമാനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ഇൻ FPIയിൽ എന്താണ് സംഭവിക്കുന്നത്? FPIയിൽ the FPI investors does not involve in the decision making process of the enterprise. FPI investors-ന് അതിന് സാധിക്കില്ല. They are not in a position to take the important decisions of the enterprise because they cannot participate in the management of the enterprise. അവർക്കൊരിക്കലും എൻ്റർപ്രൈസിൻ്റെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അധികാരമില്ല. ഒരു എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? മാനേജ്മെൻറ്റാണ്, അല്ലേ? മാനേജ്മെൻറ്റിന് പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റർക്ക് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഡിസിഷൻസ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ദേ ക്യാൻ ഡിസൈഡ് ദെയർ ഓൺ securities, they can decide whether to buy or to sell their securities. അവരുടെ സെക്യൂരിറ്റീസ് വിൽക്കണോ വാങ്ങണോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും എൻ്റർപ്രൈസിൻ്റെ കാര്യങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കില്ല, അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. സോ ദാറ്റ്സ് ദ തേർഡ് ഡിഫറൻസ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്കത് പിന്നീട് ഉപകാരപ്പെടും. സോ and the next one is, fourth important difference is that usually an FDI investor, ഒരു FDI investor എന്ന് പറയുന്ന ആള്, they are approaching the host country with a long term approach or with a long term perspective in his or in that country's mind. ഒരു FDI ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വേറൊരു രാജ്യത്തിൻ്റെ എൻ്റർപ്രൈസിലെ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം എന്നുള്ള രീതിയിൽ വളരെ ലോങ് റണ്ണായിട്ടുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു, നാളെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഓക്കെ അത് പിൻവലിക്കാം, നമുക്ക് തിരിച്ചു പോരാം എന്നുള്ളത് ഒരിക്കലും FDIയുടെ ഒരു ഉദ്ദേശമല്ല. FDIയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ ലോങ് റൺ എന്ന് പറയുമ്പോൾ കുറച്ചധികം കാലം, അല്ലേ? അതാണ് നമ്മൾ ലോങ് റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചധിക കാലത്തേക്ക് ഒരു ബൾക്ക് ഓഫ് എമൗണ്ട്, അല്ലേ, വളരെ ഇച്ചിരി ലംസമായിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, FDIയിലൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത്രയധികം വിലപ്പെട്ടൊരു കാഴ്ചപ്പാട് എവിടെ ഉണ്ട്, FDIയിൽ ഉണ്ട്. അതേസമയം FPIയെ സംബന്ധിച്ചിടത്തോളം this FPI investors enter the country with a short run approach. വളരെ ഷോർട്ട് റൺ ആയിട്ടുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള അപ്രോച്ചിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള അപ്രോച്ച് അവിടെ വരുന്നത് എന്ന്. എങ്ങനെയാണ് വരുന്നത്? ബിക്കോസ് they can sell their own securities if the market environment supports, അല്ലേ? സെല് ചെയ്യണമെങ്കിൽ അവർക്ക് സെല് ചെയ്യാം. ഈവൻ they can buy the securities at any time, and they are just like shareholders or stockholders. All of them are doing their transactions only for the purpose of making money or making profit. So FPIയിൽ അത്ര തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ FPI എന്നുള്ള പേര് അതിന് വരുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഒരു രാജ്യം വേറൊരു രാജ്യത്ത് പോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അവിടുത്തെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യ US പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ, US ഇന്ത്യയിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഒക്കെ അത് നമ്മുടെ ചില ഫോറിൻ കൺട്രീസ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ
ആ ഒരു സെക്യൂരിറ്റി, അതിൻ്റെ ഒരു വളരെ നല്ലൊരു പ്രവർത്തനം, ഇതൊക്കെ കണ്ടിട്ട് അവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസിലായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് FPI ആണ്. പക്ഷേ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാഴ്ചപ്പാടൊന്നും അവിടെ ഇല്ല. നമ്മൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വിൽക്കാം, ഇഷ്ടമുള്ളപ്പോൾ വാങ്ങിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. സോ അതാണ് 4ാമത്തെ ഡിഫറൻസ് ആയിട്ട്. അപ്പോൾ ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള അപ്രോച്ചും ഷോർട്ട് ടേം ആയിട്ടുള്ള അപ്രോച്ചും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 5ാമത്തെ ഡിഫറൻസ് ആയിട്ട് നമ്മളിവിടെ കാണുന്നത്, സാധാരണ രീതിയിൽ FDI എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, FDI എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദി എൻ്റർപ്രൈസ്. എൻ്റർപ്രൈസിൻ്റെ തന്നെ 10% ഓർ മോർ, അറ്റ്ലീസ്റ്റ് അവിടെ 10% ഉണ്ടായിരിക്കണം. എന്തിൻ്റെ 10% നമ്മൾ ഉദ്ദേശിക്കുന്നത്? 10% ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. യു നോ വാട്ട് ഈസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ല, അതിനെക്കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ, എൻ്റർപ്രൈസിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 10% ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലേ അതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഹോം കൺട്രി, ഹോസ്റ്റ് കൺട്രിയിലുള്ള എൻ്റർപ്രൈസിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 10% ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അതല്ല ഹീസ് ഹോൾഡിംഗ് ഓൺലി 2% or 3% or 5%. It can be just called as a shareholding. It cannot be called as a foreign direct investment. അതൊരു ഷെയർ ഹോൾഡിംഗ് എന്നോ അതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ എന്നോ ഒന്നും മാത്രമേ നമുക്ക് വിളിക്കാൻ സാധിക്കുള്ളൂ. അതിനൊരിക്കലും FDI എന്ന് വിളിക്കാൻ സാധിക്കില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ FPI or in foreign portfolio investment, this 10% or more അങ്ങനത്തെയുള്ള കണ്ടീഷൻസ് ഒന്നും അവിടെ ബാധകമല്ല. ഹിയർ in foreign portfolio investment, the home country can invest in the financial assets of the enterprise. It can be less than 10%. 10%-നേക്കാളും കുറവായിരുന്നാലും അതിനെ നമ്മൾ വിളിക്കുന്നത് എന്ത് തന്നെയാണ്? FPI എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുക. കുറവായിരുന്നുകൊണ്ട് ചിലപ്പോൾ 1% ഉണ്ടാവുള്ളൂ, 2% ഉണ്ടാവുള്ളൂ, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. എമൗണ്ട് നമുക്ക് വിഷയമല്ല, നമുക്കതിനെ എന്തായിട്ട് പരിഗണിക്കാവുന്നതാണ്? FPI ആയിട്ട്. പക്ഷേ ഈ 10% എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ അത് ബാധകമാണ് എവിടെ? FDIയിൽ. ഓക്കെ, സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് ഡിഫറൻസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 6th ഡിഫറൻസ് എന്ന് പറയുന്നത്, the FDI investors, usually they are called as active investors. They are called as active investors, but FPI investors are called as passive investors. So FDI investors-നെ active investors എന്നും FPI investors-നെ passive investors എന്നും നമ്മൾ വിളിക്കുന്നു. Why FDI investors are called active investors? Usually the circumstances make them active because they have to participate in the functioning, in the day-to-day functioning, in the management and in the ownership of the enterprise. So they have to be active, to involve in all types of activities of the enterprise. So they are called as active investors. But at the same time in FPI, the investors should not be active. ഒരിക്കലും ഇൻവെസ്റ്റേഴ്സ് ആക്റ്റീവ് ആവാൻ പാടില്ല. ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി അലൗഡ് ബൈ ദ ഹോസ്റ്റ് കൺട്രി. ഒരു സാധാരണ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ, ഒരു ഷെയർ ഹോൾഡർ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇൻവെസ്റ്റർ എന്താവാൻ പാടില്ല? ആക്റ്റീവ് ആവാൻ പാടില്ല. അവരെന്താവാനേ പാടുള്ളൂ? പാസീവ് ആവാനേ പാടുള്ളൂ. പാസീവും ആക്റ്റീവും തമ്മിലുള്ള ആ ഒരു വേർഡ് മീനിങ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിരന്തരമായി എൻ്റർപ്രൈസിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി, ആക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റർ. പാസീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വി ആർ തിങ്കിങ് അബൌട്ട് അവർ ഷെയർസ്.
not about the day-to-day functioning, decision-making process, management of the company. അതാണ് നെക്സ്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഏഴാമത്തെ ഡിഫറൻസ് നമ്മൾ കാണുന്നത്, ദിസ് FDI ഇൻവെസ്റ്റേഴ്സ് ആർ യൂഷ്വലി stable in nature, so that as they are stable in their nature or in their transactions, they can be easily managed. Why they are stable? സാധാരണ FDI ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവർക്ക് കുറച്ചും കൂടി സ്ഥിരതയുണ്ട്. സ്ഥിരത മീൻസ് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ കണ്ടു ലോങ് റൺ ആയിട്ടുള്ള അപ്രോച്ചോട് കൂടിയിട്ടാണ് നമ്മൾ സമീപിക്കുന്നത് എന്നുള്ളത് കണ്ടു. അല്ല, ആ ഒരു ലോങ് റൺ അപ്രോച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നില്ലേ. ഇൻവെസ്റ്റേഴ്സ് വൺസ് ഇൻവെസ്റ്റഡ് അവരൊരു കുറേ കാലത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ആ കോൺട്രാക്റ്റൊക്കെ പുതുക്കി അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ വന്നെങ്കിൽ മാത്രം, അതിനുള്ളൊരു ആവശ്യം റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പോവുള്ളൂ. അല്ലാത്തോടത്തോളം കാലം ഈ സെയിം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവും എന്നുള്ള രീതിയിലാണ് ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റേബിൾ എന്നുള്ള വാക്ക് നമ്മൾ അവിടെ എന്ത് ചെയ്തത് പറഞ്ഞത്. സോ FDI ഇൻവെസ്റ്റേഴ്സ് ആർ സ്റ്റേബിൾ ആൻഡ് ദേ കെൻ ഓൾസോ ബി മാനേജ്ഡ് വെരി വെൽ. അവരെ നമുക്കൊന്നും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മാനേജ് ചെയ്യാൻ. സ്റ്റേബിൾ ആയതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം FPIയുടെ കുഴപ്പം എന്താ, ദേ ആർ നോട്ട് സ്റ്റേബിൾ അല്ലേ. അവർ സ്റ്റേബിൾ അല്ല, അവർ കുറച്ചും കൂടി വൊളറ്റൈൽ ആയിട്ടുള്ള നേച്ചറാണ്. വൊളറ്റൈൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കണം എന്നില്ല, ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെ. ഇന്നത്തെ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ എൻ്റർപ്രൈസിലെ ഷെയർ ഹോൾഡർ അല്ല. ആ ഷെയർ ഹോൾഡേഴ്സ് മാറും, ഇൻവെസ്റ്റേഴ്സ് മാറും, സ്റ്റോക്ക് ഹോൾഡേഴ്സ് മാറും, ബോണ്ട് ഹോൾഡേഴ്സ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു സെൻസിൽ ദേ കനോട്ട് ബി മാനേജ്ഡ്. അവരെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ FDIയിലെ ഇൻവെസ്റ്റേഴ്സിനെ മാനേജ് ചെയ്യുന്ന അത്രയും ഭംഗിയായിട്ട് നമുക്ക് ആരെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല, FPI ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് ഡിഫറൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ദ മെയിൻ എയിം ഓഫ് FDI, ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്, FDIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് എൻ്റർപ്രൈസ് എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ എൻ്റർപ്രൈസിലെ capacity utilization or a change in the capacity, increase of the capacity, and at the same time control of the enterprise, change management, ഇതൊക്കെ ആ എൻ്റർപ്രൈസിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതേസമയം FPIയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജസ്റ്റ് ടു ഇൻക്രീസ് ദ ക്യാപിറ്റൽ മൊബിലിറ്റി. ഒരു ക്യാപിറ്റൽ മൊബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ അവൈലബിലിറ്റി ഇൻക്രീസ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ഷെയറിന്, ഇപ്പോൾ ഈ അമേരിക്കയിലുള്ളൊരു കമ്പനിയുടെ ഷെയറിൽ നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള ക്യാപിറ്റലാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് FPI നമുക്ക് എന്ത് ചെയ്യാം. അതേസമയം FDIയുടെ ഉദ്ദേശം ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഒരു ഉദ്ദേശമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ എൻ്റർപ്രൈസിൻ്റെ തന്നെ മൊത്തത്തിലുള്ള ഒരു കപ്പാസിറ്റി അതിനെ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലേ, പുത്തൻ ചേഞ്ചസ്, മാർക്കറ്റിലുള്ള പുതിയ ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കൂടുതൽ കൺട്രോൾ, എൻ്റർപ്രൈസിനെ കുറച്ചും കൂടി കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട്, ഇങ്ങനെയൊക്കെയാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, FDI എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. ആൻഡ് അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത്, യൂഷ്വലി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് ലീഡ്സ് ടു ടെക്നോളജി ട്രാൻസ്ഫർ, മാർക്കറ്റ് ആക്സസ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് ഇൻപുട്സ്. അതായത് ടെക്നോളജിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറ്റം, മാർക്കറ്റിലേക്കുള്ള ആക്സസ് അല്ലെ. മാർക്കറ്റിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺട്രിയിൽ മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ. അതേസമയം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വേറെ കൺട്രിയുടെ മാർക്കറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഇൻപുട്സിനെ മാനേജ് ചെയ്യുക, ഇൻപുട്ടുകളെ
മാനേജ് ചെയ്യുക, ഇൻപുട്ട് സപ്ലൈ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈനെ അവൈലബിലിറ്റീനെ മാനേജ് ചെയ്തുകൊണ്ടോ നമുക്ക് ആ എൻ്റർപ്രൈസിനെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതൊക്കെയാണ് FDIയിൽ വരുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. അതേസമയം FPIയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ലീഡ്സ് ടു ഓൺലി ക്യാപിറ്റൽ ഫ്ലോ. ക്യാപിറ്റൽ ഫ്ലോ എന്നുള്ളൊരു കാര്യം മാത്രം, അതായത് ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തിലേക്കുള്ളൊരു ക്യാപിറ്റൽ ഫ്ലോ അതുമാത്രമാണ് എവിടെ സംഭവിക്കുന്നുള്ളൂ, FPIയിൽ അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സംഭവിക്കുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് FDI flows to primary market, but FPI usually it relates to secondary market. And you know what is primary market and secondary market? അറിയാം എന്ന് വിചാരിക്കുന്നു. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? If a firm, if an organization, if a company issues their shares and stocks to the first time to the investors, that market is known as primary market. But at the same time, the company is issuing for the second time or for the third time, it can be called as secondary market. And usually those transactions will be affected in, എവിടെ എഫക്റ്റ് ചെയ്യപ്പെടുക? സെക്കൻഡറി മാർക്കറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലേ? ഇപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ ന്യൂ ഇഷ്യൂസാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ന്യൂ ഇഷ്യൂസ്, പുത്തൻ ഇഷ്യൂസ്. അപ്പോൾ ഈ പുത്തൻ ഇഷ്യൂസാണ് എവിടെ വരിക? FDIയിൽ വരിക. അതായത് FDI ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പുതിയ ഇഷ്യൂസിലാണ്. ആ എൻ്റർപ്രൈസിൻ്റെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആ എൻ്റർപ്രൈസിൻ്റെ പുതിയ ഇഷ്യൂസിലാണ് ആര് ഇൻവെസ്റ്റ് ചെയ്യണേ? FDI ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേസമയം FPI ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഫർദർ ഇഷ്യൂസിലാണ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് ആ ട്രാൻസാക്ഷൻസ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാസ്റ്റ് ഡിഫറൻസ് ബട്ട് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ഇസ് ദാറ്റ് the FDI ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം they can involve in the employment functions, employment activities and labor activities of the enterprise. എംപ്ലോയ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ, അതായത് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എൻ്റർപ്രൈസിൽ ആരെയൊക്കെ ജോലിക്ക് എടുക്കണം, എങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടുത്തെ റെമ്യൂണറേഷൻ സിസ്റ്റം എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ഇതിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ആർക്ക് സാധിക്കും? FDI ഇൻവെസ്റ്റർക്ക് സാധിക്കും. പക്ഷേ FPI ഇൻവെസ്റ്റർക്ക് അതിനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം FPI ഇൻവെസ്റ്റർക്ക് ഒരിക്കലും എംപ്ലോയ്മെൻറ്റ് ഫങ്ഷൻസിലോ ആക്ടിവിറ്റീസിലോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടപെടാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ നമ്മളിവിടെ കുറച്ച് ഡിഫറൻസുകൾ FDIയും FPIയും തമ്മിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഡിഫറൻസുകളാണ്. ഡിഫറൻസുകളിലൂടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ രണ്ട് മോഡുകളുടെയും പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രണ്ട് രീതിയിലും നടത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. യു ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഡിഫറൻസുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് കാണാനുള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അതും FDIയും FPIയും തമ്മിൽ എന്താണ് ബന്ധം. അതോടൊപ്പം തന്നെ ദർ ആർ സോ മെനി തിയറീസ് യു ഹാവ് ടു സ്റ്റഡി ഓൺ ദിസ് FDI ആസ് വെൽ ആസ് FPI. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ FDI ആയാലും FPI ആയാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഒരുപാട് തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ തിയറീസും കൂടി പഠിച്ചു കഴിഞ്ഞാലാണ് ഇത് പൂർത്തിയാവുക. എന്തിനായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.